ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനു മുന്നേ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായത് ഞങ്ങൾ പാതിരാത്രി വെട്ടുകാട് പള്ളിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ചയിലെ വീഡിയോ ആണ്. ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് തിങ്കളാഴ്ചയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെട്ടുകാട് പള്ളിയിൽ എത്തിയായിരുന്നു. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ. ശനിയാഴ്ചയാകുമ്പോൾ മോക്കൊന്നും സ്കൂളിലൊന്നും പോകണ്ട, പിന്നെ ഇച്ചിരി ലേറ്റായി വന്നാലും പിറ്റേന്ന് സൺഡേ അല്ലേ, അതുകൊണ്ടാണ് പിന്നെ പോകാമെന്ന് കരുതിയത്. നമ്മൾ 6 മണിക്ക് പ്ലാൻ ചെയ്തതാണ് വൈകിട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു 6 മണിയായില്ലേ, ലേറ്റായില്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അപ്പോൾ നമ്മളത് വിട്ടു. ഒരു 8 മണിയായപ്പോൾ വന്ന് പറയുന്നു നമുക്ക് പള്ളിയിലോട്ട് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുവാണ്. കാരണം എല്ലാ മാസവും നമ്മൾ വെട്ടുകാട് പള്ളിയിലോട്ട് പോകാറുണ്ട്. എനിക്കവിടെ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. ഞാൻ എന്താഗ്രഹം മനസ്സിൽ വിചാരിച്ച് അവിടെ പോയി മെഴുകുതിരി കത്തിച്ചാലും ആ ആഗ്രഹമൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഇപ്പോൾ പിന്നെ ചേട്ടനും വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതലും പോകുന്നതും അവിടെ തന്നെയായിരിക്കും. പിന്നെ മുകളിലെ കടലിലിറക്കാം, അവൾക്കും അവിടെ ഇഷ്ടമാണ്, മണ്ണിലൊക്കെ കളിക്കാം. അതുകൊണ്ട് നമ്മൾ കൂടുതലും പോകുന്നത് അവിടെയായിരിക്കും. അങ്ങനെ ഇന്ന് നമ്മൾ ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ തിരുനാൾ അടുത്ത മാസമാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ നമ്മൾ എത്തിയപ്പോഴും ലേറ്റായില്ലേ, അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കയറി പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മൾ കടലിൽ പോയിട്ട് വന്നിട്ടാണ് കേട്ടോ മെഴുകുതിരിയൊക്കെ കത്തിച്ചത്. അപ്പോൾ അവിടെ പോയപ്പോൾ മെയിനായിട്ട് മോള് പോകുന്നത് മണ്ണിൽ കളിക്കാനും പാനിപൂരി കഴിക്കാനുമാണ്. ഞാനും മോളും പാനിപൂരി ലവേഴ്സാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ കഴിച്ച് ചേട്ടനും ഇച്ചിരിയൊക്കെ കഴിക്കും. നമ്മൾ 2 പാനിപൂരി മേടിച്ചായിരുന്നു. ഒരെണ്ണം മോള് കഴിച്ചു, ഒരെണ്ണം എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് മേടിച്ചത്. എന്നിട്ട് 2-ൽ നിന്ന് ഷെയർ ചെയ്ത് ചേട്ടനും കൂടെ കഴിച്ചു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. അത് ഒരെണ്ണമൊക്കെ കഴിച്ചാൽ തന്നെ നല്ലോണം വയറ് വീർക്കും, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറെ ഒന്നും മേടിച്ചില്ല, പാനിപ്പൂരി മാത്രമേ മേടിച്ചുള്ളൂ. സാധാരണ പോയ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിക്കുന്നതാണ്. ഇപ്പം മോൾക്ക് വയ്യാത്തതുകൊണ്ട്, മോൾക്ക് ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അവളും പറഞ്ഞില്ല, നമ്മളും പിന്നെ മേടിച്ചില്ല. പിന്നെ നമ്മൾ ഒരു 10-11 മണി വരെയൊക്കെ അവിടെ ഇരുന്നത്. നമ്മൾ 8 മണി കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ ഒരു 11-11:30 വരെയൊക്കെ നമ്മൾ പള്ളിയിൽ ഇരുന്നായിരുന്നു. എന്നിട്ടാണ് നമ്മൾ തിരികെ വന്നത്. അപ്പോൾ നമ്മൾ തിരികെ കടലിലൊക്കെ പോയിട്ട് തിരികെ വന്നപ്പോഴാണ് ഈ മെഴുകുതിരി കത്തിച്ചത് കേട്ടോ. പിന്നെ ഞാനവിടെ ആദ്യമായിട്ട് ഈ യൂട്യൂബിലോട്ട് ലൈവ് ഇടുന്നത് അന്നത്തെ ദിവസമാണ് കേട്ടോ. അവിടെ കടലിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലൈവ് ഇടുന്നത്. അപ്പം അതും ഹാപ്പിയാണ്. എനിക്ക് ലൈവ് ഇടാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. മുന്നേ വീഡിയോ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ വെച്ചാണ് ചെയ്തത് അന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു, മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് ഈ കത്തിക്കാൻ നിൽക്കുമ്പോഴേ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ നേരെ തിരികെ വീട്ടിലോട്ട് പോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ചെയ്യുക. ബൈ.